അവസാനം ക്ലൈമാക്സ് അടിപൊളിയായിട്ടുണ്ട്. ക്ലൈമാക്സിൽ മ്യൂസിക് ഒക്കെ ഇട്ട് വില്ലനെ കൊല്ലുന്ന ഒരു സാധനമൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ദൃശ്യത്തിന്റെ ആ ഒരു മൂഡിലേക്ക് പോകുന്ന പടമാണ്. സസ്പെൻസ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്യാമിയോ റോളായിട്ടൊരു ലാസ്റ്റ് നരയൻ എത്തുന്നുണ്ട്. പടം സൂപ്പറായിരിക്കും. നല്ല BGM, അതുപോലെ തന്നെ നല്ല ക്യാമറ വർക്ക്, നല്ല റൈറ്റിങ്, അതുപോലെ തന്നെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പടം എല്ലാവരും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അടിപൊളിയാണ്. ഗംഭീര പടമാണ്. ഗംഭീര പടം, മസ്റ്റ് വാച്ച് ആണ്. വെൽ മെയ്ഡ് മൂവിയാണ്. ഒരു രക്ഷയില്ല, അടിപൊളി. എന്താ അവിടെ തന്നെ ഇരുന്ന് പോയി പോകണം. ഗംഭീര പടം കേട്ടോ, മസ്റ്റ് വാച്ച് ആണ്. എല്ലാരും കാണണേ. സൂപ്പർ നല്ല പടം, ഗംഭീര പടം, അടിപൊളി. ഇഷ്ടം പ്രതീക്ഷിക്കാണ്ട് കയറിയിട്ട് ഒരു ഗംഭീര വിരുന്നത്. നല്ല ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അടിപൊളി പടം. ഗംഭീര സിനിമ, അതുപോലെ തന്നെ സസ്പെൻസ് ഉള്ള ഒരു മൂവിയാണ്. എല്ലാവരും കാണുന്ന ഫാമിലി മൂവിയാണ്. ഗംഭീര പടം, ഫ്രണ്ട് ആയിട്ടുള്ള ഒരു പടം. നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടം, സൂപ്പർ. ഈ അടുത്ത കാലത്ത് ഇങ്ങനത്തെ ഒരു പടം വന്നിട്ടേ ഇല്ല. കണ്ടിരിക്കാനുണ്ട്, വേറടിക്കില്ല. നല്ല പടം, ഭയങ്കര സസ്പെൻസ് ത്രില്ലറാ. ഞാനെന്ത് പറയാനാ, ഭയങ്കര സന്തോഷം. പടത്തിന്റെ റൈറ്ററാണ്. അപ്പൊ എന്റെ പടത്തിന് ഇനിയിപ്പോ പ്രേക്ഷകർ പറയട്ടെ എങ്ങനെയും പടം ഉണ്ട്, എങ്ങനെയുണ്ടെന്ന്. നന്നായി വർക്കായിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ ഇനി അങ്ങോട്ട് നന്നായി സപ്പോർട്ട് ചെയ്യുക. പടം നല്ല റിപ്പോർട്ടാണ് ഇപ്പൊ കണ്ടവരൊക്കെ പറഞ്ഞത്. അപ്പൊ അടുത്ത ഷോസ് എല്ലാം ഹൗസ്ഫുൾ ആവട്ടെ. താങ്ക് യു. നല്ല പടാ, നിങ്ങൾ കണ്ടില്ലേ? കാണും. നല്ല ഞങ്ങളൊക്കെ അഭിനയിച്ചല്ലേ, അവരോടൊക്കെ ഒന്ന് ചോദിക്കാം. അവർക്ക് കറക്റ്റ് അഭിപ്രായം ഉണ്ടോ? നല്ല പടമാണ്, എല്ലാവരും വന്ന് കാണണം. ആർക്കും ബോറടിക്കില്ല. നല്ലതായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന എന്തോ. അതെ അതെ, ഇപ്പഴാണ് മുഴുവൻ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്. അടിപൊളി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. എല്ലാരും പോയി കാണണമെന്ന് പറയത്തുള്ളൂ. അതുപോലെ തന്നെ സ്വത്താണെങ്കിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സീരിയസ്ലി പറയാം, നൈസ് പടം. നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അടിപൊളിയായിട്ടാ. അതുപോലെ തന്നെ ഗുമസ്തനായിട്ട് അഭിനയിച്ചിരിക്കുന്ന പുള്ളിയുടെ പേരെന്തൊരു ജയ്സേട്ടൻ. അടിപൊളിയായിട്ട് മാസം പറഞ്ഞ പുള്ളി അടിപൊളിയായിട്ട് ആ ഒരു ക്യാരക്ടർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് സ്വത്താണ് അടിപൊളി. എനിക്ക് അതൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പടത്തിനായിരിക്കും ചോദിക്കുള്ളൂ. പടം അടിപൊളിയായിരുന്നു. നല്ല മൂവിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സോങ് ആണ്. കാരണം എന്റെ പോർഷനൊക്കെ സോങ്ങിലാണുള്ളത്. പിന്നെ മാത്രമല്ല, ഞാനും അമ്മയും ആദ്യമായിട്ട് അഭിനയിച്ച മൂവിയാണ്. എന്റെ അമ്മയുടെ എന്നെ റിപ്പീറ്റ് അടിച്ച സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആകെ ഒരു സീനിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ആയിരുന്നു. എനിക്ക് എന്നെക്കാളും കൂടുതൽ അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും പടം പോയി കാണണം കേട്ടോ. അടിപൊളിയാണ്. ആടാ ട്വിസ്റ്റിന്റെ പെരുന്നാളാണ് പടം. ഒന്ന് കണ്ടു നോക്കട്ടോ. നീ കണ്ടല്ലേ? ഇഷ്ടമായി എനിക്ക്. സെറ്റ്. നല്ല നല്ല ട്വിസ്റ്റ് ഉണ്ട്. നല്ല ഫാമിലിയാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഫാമിലി ക്രൈം ത്രില്ലറാണ് സിനിമ. ഉള്ളിലേക്ക് ബൂസ്റ്റ് ചെയ്യും. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അതെ, ആദ്യമായിട്ട് ടൈറ്റിൽ റോളിൽ വരുന്ന പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ത്രില്ലറാണ്, ഫാമിലി ത്രില്ലറാണ്. എല്ലാവരും അഭിപ്രായം. നിങ്ങൾ കണ്ടില്ലേ? പടം കണ്ടോ? താങ്ക് യു. ഇതാണ് നമ്മുടെ ഗുമസ്തൻ. ഞങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ജെയ്സിന്റെ ഏറ്റവും ഗംഭീരമായ പ്രകടനമാണ്. നമ്മളെല്ലാവരും വളരെ എൻജോയ് ചെയ്ത് കണ്ടു. ഗുമസ്തൻ എല്ലാത്തരം ഓഡിയൻസിന് കാണാൻ പറ്റുന്ന സിനിമയാണ്. പ്ലീസ് വാച്ച്. താങ്ക് യു.